വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. നാം ഈ ശക്തിപീഠങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ശക്തിപീഠത്തിൽ ധ്യാനിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ഈ കലിയുഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം ഇവ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവികമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവില്ല. സന്യാസം എന്ന മുഖം മൂടിയോടെ കലിയുഗത്തിൽ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുകയും ഭഗവാനെ പ്രഥമ ഗണ്യനായിട്ട് തൻ്റെ ജീവിതത്തിൽ ഉപാസിക്കുകയും അതോടൊപ്പം തന്നെ കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഒരു വ്യക്തി ബ്രഹ്മചാരിയാവുന്നത്. 30 ദിവസം ഒരു മാസത്തിൽ അതിൽ 2 ദിവസം നമ്മളിതുപോലത്തെ ശക്തിപീഠങ്ങളിൽ പോയി മനസ്സോടെ വേണം പോകാൻ. ഒരു കാട്ടായമാകരുത്. ഇവിടെ വന്ന് ഏകാന്തമായിട്ട് ധ്യാനത്തിനിരുന്ന് കഴിഞ്ഞാൽ ഭഗവാനില്ല എന്നുള്ള ആ ഒരു ശങ്ക മാറിക്കിട്ടും. നമുക്ക് ശക്തിയോ അല്ലെങ്കിൽ അഷ്ടമസിദ്ധിയോ കിട്ടാൻ വേണ്ടി ആകരുത് ഇവിടെ വന്ന് ധ്യാനിക്കുന്നത്. മറിച്ച് ഒരു മോഹങ്ങളും ഇല്ലാതെ ഭഗവാന്റെ ആ ഒരു സ്നേഹം ഏതു സമയത്തും തൻ്റെ കൂടെ ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോടെ വേണം നമ്മൾ ഈ ശക്തിപീഠത്തെ വിനിയോഗിക്കുക. പ്രത്യേകിച്ച് ഒരു ശക്തിയും ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി, എളിമയുള്ള ഒരു വ്യക്തി ആയിട്ട് ജീവിക്കുന്നതാണ് ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന് കാരണമാവുന്നത്. കാരണം താൻ എന്തോ ആണ് എന്നുള്ള ഒരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് എങ്ങും എത്താത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ ഞാൻ വീട്ടിൽ വരുന്നവർ ചിലപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് പാരലൈസായി വരുന്നവരൊക്കെ നടന്നു പോകാറുണ്ട്. പെട്ടെന്ന് തന്നെ വേദനകൾ മാറാറുണ്ട്, അവസ്ഥകൾ മാറാറുണ്ട്. പക്ഷേ ഞാൻ അവരോട് പറയുന്നതും അതൊന്നും എൻ്റെ കഴിവല്ല, ഞാൻ വട്ടപൂജ്യമാണ്. കാരണം എനിക്കറിയാം നശിക്കുന്ന ഞങ്ങൾ ശക്തിയുള്ളവൻ അല്ലെങ്കിൽ ശിവനാകാൻ ആഗ്രഹിക്കാൻ പാടില്ല, അതൊട്ടും തന്നെ പാടില്ല. പ്രത്യേകിച്ചൊരു ഡ്രസ് കോഡിൻ്റെയോ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ സാധാരണ ഒരു ബനിയനും ഒരു
ചിലപ്പോൾ മുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയ പാൻ്റായിരിക്കാം. ഒരു ഡ്രസ് കോഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് തലത്തിൽ എത്തിച്ചേർന്നാലും നമ്മൾ എവിടെ നിന്നാണോ ആ തലത്തിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുക. ജീവിതത്തിലുണ്ടാവുന്ന കയറ്റം ഇറക്കം അതൊക്കെ ബാലൻസ് ചെയ്യാനും അതുവഴി നമുക്ക് സാധിക്കും. എന്തൊക്കെ നമ്മളിൽ വന്ന് ചേർന്നാലും അതെൻ്റെ എന്നുള്ളത് കാഴ്ചപ്പാട് മാറ്റിവെക്കണം. കാരണം ഭഗവാന്റെ ഓരോ പരീക്ഷണങ്ങളാണ്. തന്നിലേക്ക് വരുന്ന 1 രൂപയാണെങ്കിലും അത് ഭഗവാന്റേതാണ്, അത് നല്ലതിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. തനിക്ക് 10 കിട്ടുമ്പോൾ 1 രൂപ പുറത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പുരുഷന്മാർ, 10 രൂപ കിട്ടുമ്പോൾ 3 രൂപ പുറത്ത് സഹായത്തിന് കൊടുക്കുന്ന പുരുഷന്മാർ, 10 കിട്ടുമ്പോൾ 5 കൊടുക്കുന്ന പുരുഷന്മാർ, അങ്ങനെ ഓരോ തലത്തിൽ നിന്നും ഭഗവാൻ ഓരോരുത്തരെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഭഗവാന്റെ പരീക്ഷണങ്ങൾ. ആ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ചാൽ മാത്രമേ ഭഗവാനെ നമുക്ക് ദർശനയോഗ്യമാകുള്ളൂ. ഭഗവാൻ പല രീതിയിൽ നമ്മളെ പരീക്ഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുണ്ടലിനി യോഗയെപ്പറ്റി. ആ കുണ്ടലിനി ചക്രങ്ങൾ ഉണരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ, പൂർവജന്മം, അതേപോലെ ഈ ജന്മത്തിൽ നാം ചെയ്ത ദുഷ്കർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ ദോഷം മാറാം. പിന്നെ ഋണങ്ങൾ, കടങ്ങൾ, അമ്മയോടുള്ള കടം, ഒരു ഗുരുവിനോടുള്ള കടം, അങ്ങനെ ഓരോ കടങ്ങൾ, ഋണം എന്ന് പറയും, അതൊക്കെ മാറി വരികയും അത് മാറാൻ കൂടിയാണ് നമ്മൾ ഉപാസനകൾ ഓരോ വീടുകളിലും ചെയ്യേണ്ടത്. ശ്രീചക്രമോ ശിവലിംഗമോ വേലോ, അങ്ങനെ എന്താണ്, ഏത് വിധേനയാണ് എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ ഭഗവാനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു സോഴ്സാണ് ശ്രീചക്രവും സാളഗ്രാമവും ശിവലിംഗവും ഒക്കെ. അതുവഴി നമ്മൾ ചെയ്ത പാപങ്ങളും ദോഷം എല്ലാം മാറി അതിനുശേഷമാണ് നമ്മുടെ ദൈവികമായിട്ടുള്ള ചക്രങ്ങൾ ഉണരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ദൈവിക ചക്രങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഇവയെല്ലാം നമ്മളെ വിട്ടുപോകും. നമ്മൾ വിചാരിക്കുന്നത് ശക്തികൾ വന്നു കഴിഞ്ഞാൽ കുറേ പേർക്ക് അനുഗ്രഹിക്കാനും, ഇപ്പോൾ ഓരോ സിനിമയിലൊക്കെ കാണുന്നുണ്ട്, ഓരോ സ്വാമികാർ, ആൾ ദൈവങ്ങൾ, ഇതൊക്കെ കാണിക്കുന്ന പോലെ കാണിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വിചാരം. പക്ഷേ ഈ ചക്രങ്ങൾ ഉണരുമ്പോൾ നമ്മൾ എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് ദൈവികമായിട്ടുള്ള ഒരു തലമായിരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. അല്ലാതെ ഞാൻ എന്നുള്ളൊരു വ്യക്തി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ പോവും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും, അങ്ങനെ എന്നാലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. പക്ഷെ അതൊരു ആനന്ദമാണ്. ഇപ്പം നാളെ എന്ത് ചെയ്യണം, ആരെ കാണണം ഒക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ ആരെ കാണണമെന്ന് നമ്മൾ വഴിയാണ്. നമ്മുടെ എന്നുള്ള ഈ ശരീരം കൂടി ഭഗവാന്റേതാണ്. നാം അതുകൊണ്ടാണ് പറയുന്നത് തൻ്റേതെല്ലാം ഭഗവാന് സമർപ്പിക്കുവാൻ. ഈ ശരീരം വരെ ഭഗവാന്റേതാണ്. അപ്പോൾ ഭഗവാനാണ് നാളെ എവിടെ പോകണം, നാളെ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഭഗവാന്, ഒരു ഭക്തൻ ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം വെച്ച് നാളുകൾ നീക്കുമ്പോൾ ആ വ്യക്തി നമ്മുടെ അടുത്ത് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ
നമ്മളിൽ ഭഗവാൻ പൂർണ്ണതയോടെ വിളങ്ങുന്നത് കൊണ്ടാണ്. ആ വ്യക്തി നമ്മുടെ കാലുകൾ തൊട്ട് നമസ്കരിക്കുന്നു. പക്ഷേ നാം മനസ്സിലാക്കണം, ആ വ്യക്തി നമ്മളെയല്ല ശരിക്കും കാല് തൊട്ട് തൊടുന്നത്, മറിച്ച് എന്നിൽ കൂടിയിരിക്കുന്ന ആ പൂർണ്ണാംശം, ആ ഭഗവാനെയാണ് അവർ പാദങ്ങളെ സ്പർശിക്കുന്നതും. നാം എവിടെ പോയാലും എല്ലായിടത്തും ഒരു ബഹുമാനം കിട്ടുക, നാം എവിടെ പോയാലും ഓരോ ഡിവോട്ടീസ് വന്ന് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ രോഗങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നാം ഒരിക്കലും വിചാരിക്കരുത് അവർ എൻ്റെ ശക്തികൾ കണ്ടിട്ടാണ് വരുന്നത്. ആ എൻ്റെ എന്നുള്ളത് ടോട്ടലി നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റണം. കാരണം ഞാൻ എൻ്റെ എല്ലാം സർവസ്വവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ച് കഴിഞ്ഞാൽ ഞാനെന്നുള്ള ഒരു ഭാവം ഒരിക്കലും റിവേർട്ട് ആകരുത്. അങ്ങനെ ആയാലാണ് നെഗറ്റീവിലേക്ക് പോകുന്നതും. പിന്നെ അവൻ വട്ടപൂജ്യം തന്നെയാണ്. അങ്ങനെ തൻ്റേതായിട്ടുള്ളതെല്ലാം സർവസ്വവും ഭഗവാനെ അർപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും ജീവിതത്തിൻ്റെ സന്തോഷം എന്താണെന്ന് അവിടം തൊട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് കുറേ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി, പക്ഷെ ആ കാശ് നമുക്ക് 10 കിട്ടിയാലും അത് മുഴുവനും പോകും, ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയും കടമായിട്ട് പോകും. പക്ഷേ നമ്മൾ ദൈവികമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻകമിങ് മാത്രം നല്ല രീതിയിൽ, ഔട്ട് ഗോയിങ് മീൻസ് കാശ് ചിലവാകുന്നത് കുറച്ച് ചിലവാകും. ഏത് രീതിയിൽ ഭഗവാൻ നമ്മളെ നല്ല ഒരു ജീവിതം അനുഗ്രഹിക്കുന്നുവെന്ന് നമുക്കപ്പോൾ മനസ്സിലാകും. ഭഗവാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഭഗവാൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ അമ്മയുടെ ദർശനം സാധിച്ചു. ഇപ്പോൾ ആ ഗോമാതാവ് എവിടെയാണ് എന്ന് ഒന്നും നമ്മളിവിടെ തിരഞ്ഞു പിടിച്ചാൽ പോലും കാണാൻ സാധിക്കില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനോടുള്ള ആ സ്നേഹം ഇപ്പോൾ ആരുമില്ലാത്തവർക്ക് ഒരവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല. എല്ലാവരും ഉണ്ട്, പക്ഷേ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ്, മിസ്യൂസ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ തനിച്ചാണ്. എല്ലാവരും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതൊക്കെ ഒന്ന് ഇറക്കി വെക്കണം, ആ ദുഃഖങ്ങളൊക്കെ ഇറക്കി വെക്കണമെന്ന ഒരു സ്ഥലം അതിവിടെ തന്നെയാണ്. ഇങ്ങനെയുള്ള ശക്തിപീഠങ്ങളാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങളാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സന്തോഷവാനെന്ന് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാനും ഈ മലകൾ തേടി, ഈ ശക്തിപീഠങ്ങൾ തേടിപ്പോയത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്ര കോൺഫിഡൻസോടെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ശക്തിപീഠങ്ങൾ വന്ന് സീറോ ആയ ഒരു ലെവലിലേക്ക് ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കളയാം, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം എന്ന ഒരു ചിന്ത അവിടെ നിന്നാണ് എൻ്റെ കർമ്മങ്ങൾ, ഭാവിയിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റിയൊക്കെ അറിയാൻ തുടങ്ങിയതും. അപ്പ എന്നുള്ള ഒരു സ്നേഹം കിട്ടാൻ ഭാഗ്യം, അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് നാം മനസ്സിൽ വിചാരിക്കുന്നത്. അന്നൊക്കെ
മണ്ടത്തരങ്ങളായിരുന്നു ഞാൻ ചെയ്യാൻ. പക്ഷേ ആ ഒരു അവസ്ഥ ആണ് ഈ ഒരു തലത്തിലേക്ക് എന്നെ എത്തിച്ചതും. അപ്പോൾ അതുപോലത്തെ മനസ്സാണ് എപ്പോഴും വിജയിക്കുന്നത്. നിങ്ങളാരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും വിഡ്ഢികളാണ്. കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന ആ ചൈതന്യം ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പാകത്തിന് ലോകമാതാവാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദുഃഖങ്ങളുണ്ടെങ്കിൽ, ഒറ്റപ്പെടലുകളുണ്ടെങ്കിൽ, കുടുംബജീവിതം, ഇവയൊക്കെ അവരുടെ കൈകളിലാണ്. നാം അവരെ സറണ്ടർ ചെയ്യുക, എല്ലാം അർപ്പിക്കുക ആ പാതാരവിന്ദങ്ങളിൽ. നമ്മുടെ ജീവിതം എത്ര കൊണ്ട് മറ്റുള്ളവരെക്കാളും നല്ല രീതിയിൽ ജീവിക്കാനും എന്നാലെല്ലാം ഭഗവാന്റേതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ജീവിക്കാനും നമുക്ക് പഠിക്കും. മനുഷ്യൻ എന്തൊക്കെയോ ആവുന്നു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും കാണുന്നു, ഒരിടത്ത് മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ, ജാതിയുടെ പേരിൽ പ്രശ്നങ്ങൾ, ഒരു പൊളിറ്റിക്കൽ ഒരു ആംബിയൻസാണ് ഇതിനെല്ലാത്തിനും കാരണം. പക്ഷേ ഈ ലെവലിൽ ജീവിക്കുമ്പോൾ തികച്ചും നമുക്ക് അത്ഭുതപ്പെടാവുന്നതിൽ ഏറെയാണ്. ഒരു ബൈക്കുകാരൻ മറ്റൊരു ബൈക്കുകാരനെ ഓവർടേക്ക് ചെയ്യുന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടാവുന്നു, പിറ്റേന്ന് അവർ പോയിട്ട് ആ വ്യക്തിയെ കൊല്ലുന്നു. ചെറിയ സിമ്പിൾ കാര്യങ്ങൾ വരെ കൊലയിൽ അവസാനിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നാം എല്ലാവരും കാണുന്നത്. പക്ഷെ ഇതൊക്കെ കലിയുഗ വൈഭവമാണ്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ആ മായയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാം ഉപാസനകൾ, ജപങ്ങൾ, ധ്യാനങ്ങളൊക്കെ സിദ്ധന്മാരെ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അമ്മയുടെ ആ സ്വരൂപത്തെ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ്. അമ്മയും ദണ്ഡായുധപാണിയും വിഘ്നേശ്വരൻ്റെയും ദർശനമാണ്. ഇതിനൊക്കെ നാം എന്താണ് പറയേണ്ടത്? ഈ ഒരു ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ കോടി പുണ്യങ്ങൾ നമുക്ക് കിട്ടണം. ഇവിടെ എങ്ങും ഇല്ലാത്ത ഗോക്കളാണ്, കന്നുകാലികളാണ്. പക്ഷേ ഇത് കന്നുകാലികളല്ല എന്ന് നാം ഓർക്കണം. ആശ്വസിപ്പിക്കാനും താൻ ഒറ്റപ്പെട്ടവനല്ല എന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കൂടിയാണ് ഈ ദർശനം നമുക്ക് അമ്മ തരുന്നത്. ഈ കുന്നും ചെരുവുകളിൽ വേറെങ്ങും കാണാത്ത ഈ അത്ഭുതം അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ. ശേഷശൈലശിഖാമണി